അമ്മ പ്രതിസന്ധി പ്രതികരിച്ച് മമ്മൂട്ടി. ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണേ. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തിയോ എന്ന കാര്യം കൂടി ചെക്ക് ചെയ്യണേ. അമ്മ പ്രതിസന്ധി പ്രതികരിച്ച് മമ്മൂട്ടി. താരസംഘടന അമ്മയിലെ പ്രതിസന്ധിയിൽ പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് മഹാനടൻ മമ്മൂട്ടി. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്നും കാത്തിരിക്കണമെന്നും മമ്മൂട്ടി പ്രതികരിച്ചു. എല്ലാം കാത്തിരുന്നല്ലേ കാണാൻ പറ്റൂ, അടുത്ത നിമിഷം നമ്മുടെ കയ്യിലല്ലോ എന്നും മമ്മൂട്ടി പറഞ്ഞു. പത്മഭൂഷൺ പുരസ്കാരം ഏറ്റുവാങ്ങാനായിരുന്നു മമ്മൂട്ടി ഡൽഹിയിലെത്തിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി മമ്മൂട്ടിയും കുടുംബാംഗങ്ങളുമൊത്ത് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിനിടെ അദ്ദേഹത്തിനോട് അമ്മയിലെ പ്രതിസന്ധിയെക്കുറിച്ചും മറ്റും ചോദിച്ചിരുന്നു. ആ ചോദിച്ചതിന് മറുപടിയായിട്ടായിരുന്നു മമ്മൂട്ടി ഇക്കാര്യങ്ങൾ പങ്കുവച്ചത്. താരസംഘടന അമ്മയിലെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. പരസ്പരം വെഴുപ്പെറിയുന്ന അല്ലെങ്കിൽ പരസ്പരം ചെളിവാരിയെറിയുന്ന ഒരുപാട് താരങ്ങളെയും നമ്മൾ സോഷ്യൽ മീഡിയയിലും അവരെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള മറ്റ് യൂട്യൂബേഴ്സിന്റെ വീഡിയോകളും റീച്ചിന് വേണ്ടിയോ എന്തിനു വേണ്ടിയോ ആയാലും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താരസംഘടന അമ്മ വീണ്ടും ഒരു വലിയ പ്രതിസന്ധിയിൽ ചെന്ന് ചാടിയിരിക്കുകയാണ്. മലയാളി പ്രേക്ഷകർ മാത്രമല്ല, ലോകത്തുള്ള എല്ലാ സിനിമാ പ്രേമികളും അമ്മ എന്ന് പറഞ്ഞ ആ സംഘടനയെക്കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. അവിടുത്തെ പിടിപ്പുകേടുകളെ കുറിച്ചും അവിടെ നടന്ന സംഭവ വികാസങ്ങളെ കുറിച്ചും അവിടേക്ക് സംഘപരിവാർ പ്രവർത്തകർ നുഴഞ്ഞു കയറാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചും ഈ സംഘടനയെ അവർ വിഴുങ്ങാൻ ശ്രമിക്കുന്നതിനെ കുറിച്ചുമൊക്കെ ഒരുപാട് മാധ്യമങ്ങളിൽ ചർച്ചകളും അതുപോലെ വാർത്തകളും വന്നിരുന്നു. എന്താണ് സത്യാവസ്ഥ എന്നൊക്കെ നമ്മൾ ഇനി അറിയേണ്ടതുണ്ട്. ഏതായാലും ഇത്തരത്തിലുള്ള ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അങ്ങുമിങ്ങും കേൾക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ചോദ്യം വരുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക എന്നുള്ളത് വലിയൊരു എളുപ്പമുള്ളൊരു പ്രക്രിയയല്ല. അതുകൊണ്ട് തന്നെ മമ്മൂക്ക പത്മഭൂഷൺ പുരസ്കാരം ഏറ്റുവാങ്ങി പുറത്തു കടന്ന വഴി തന്നെ ആളുകൾ അദ്ദേഹത്തെ വളഞ്ഞു. പ്രത്യേകിച്ച് മീഡിയ പേഴ്സൺസ് അദ്ദേഹത്തിനോട് ഈ കാര്യങ്ങൾ പങ്കുവെച്ചു, അവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞു. അപ്പോൾ മമ്മൂക്ക പറഞ്ഞത് അങ്ങനെയാണ്, വളരെ ഒരു ചെറിയ പുഞ്ചിരിയോടുകൂടി അദ്ദേഹം ആ കാര്യങ്ങൾ പങ്കുവെച്ചു. താരസംഘടന അമ്മയുടെ പ്രതിസന്ധികൾക്ക് അങ്ങനെ പരിഹാരം കാണും എന്ന് തന്നെയാണ് മമ്മൂക്കയിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന റിപ്പോർട്ടുകൾ. എല്ലാം കാത്തിരുന്ന് തന്നെ കാണാൻ പറ്റൂ, അടുത്ത നിമിഷം നമ്മുടെ കയ്യിൽ അല്ലല്ലോ എന്നും മമ്മൂട്ടി പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം, സീനിയേഴ്സ് കുറച്ചു കാലം മാറി നിന്നെങ്കിലും അവരും ഇനി അവരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളുമായിരിക്കും സിനിമയുമായി ബന്ധപ്പെട്ടും ഈ പറഞ്ഞ അമ്മ എന്ന് പറഞ്ഞ സംഘടനയും ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതലായിട്ട് ഇടപെടുക എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും പുതിയ നേതൃത്വത്തിന് താൽക്കാലിക അഡ്ഹോക് കമ്മിറ്റി എന്നുള്ള പേരിൽ വന്നിട്ടുണ്ട്. ഏതായാലും ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊന്നും ഇവിടെ പറയണമെന്ന് വിചാരിച്ചതല്ല. ഏതായാലും മമ്മൂക്കയുടെ വാർത്തയാണ്, അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. മമ്മൂക്ക ഏറ്റവും പുതിയ മമ്മൂക്കയുടെ സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. അദ്ദേഹത്തെ സ്നേഹിക്കുന്നവർ പാട്രിയോട്ട് എന്ന സിനിമ വിചാരിച്ചത്ര ഒരു പ്രേക്ഷക പിന്തുണ നേടാതെ പിൻവലിഞ്ഞു പോകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. ഇനി വരുന്ന സിനിമയെക്കുറിച്ചുള്ള വലിയ പ്രതീക്ഷകളിലാണ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ ആരാധകരും സിനിമാ പ്രേമികളും. കാത്തിരിക്കാം അദ്ദേഹത്തിന്റെ മികച്ചൊരു സിനിമയ്ക്ക് വേണ്ടി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ. ദിസ് ഇസ് പിൻഡോ അങ്കമാലി സൈനിങ് ഔട്ട്. അങ്കമാലി ഡയറി.